പട്ടാമ്പി ട്രേഡേഴ്സ് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ്. 43 വർഷത്തെ സേവന പാരമ്പര്യവുമായി വടക്കാഞ്ചേരിയുടെ ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് പട്ടാമ്പി ട്രേഡേഴ്സ് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ് ജൈത്രയാത്ര തുടരുന്നു. സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിന് ആവശ്യമായ ബ്രാൻഡഡ് അരികൾ, പരിപ്പ്, വൻപയർ, ശർക്കര, പഞ്ചസാര തുടങ്ങി പലചരക്ക് സാധനങ്ങളും ബ്രാൻഡഡ് കറി പൗഡറുകളും പാലട മിക്സ്, പരിപ്പ്, പായസ മിക്സ് തുടങ്ങിയവയും ലഭിക്കുന്നു. കൂടാതെ എല്ലാവിധത്തിലുള്ള ബിരിയാണി അരികൾക്ക് ആവശ്യമായ ബ്രാൻഡഡ് ബിരിയാണി റൈസ്, സ്പൈസസ്, ഡേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് തുടങ്ങിയവയും പട്ടാമ്പി ട്രേഡേഴ്സ് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ്. വാട്സ്ആപ്പ് കോൾ മതി സാധനങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു. കോൺടാക്ട് 9238551902 9496348212. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഹിന്ദുയിസം എന്നാൽ ഭയവും വെറുപ്പും തെറ്റിദ്ധാരണകളും പരത്താനുള്ളതല്ല. ശിവന്റെ അഭയമുദ്രയാണ് കോൺഗ്രസിന്റെ ചിഹ്നം. ആരെയും ഭയമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ലോക്സഭയിലെ തീപാറുന്ന പ്രസംഗത്തിനിടെയാണ് രാഹുൽ BJPയെ രൂക്ഷമായി വിമർശിച്ചത്. ഇന്ത്യ എന്ന ആശയത്തെയും ഭരണഘടനയെയും നിരന്തരമായി BJP ആക്രമിക്കുകയാണെന്നും രാഹുൽ ആരോപിച്ചു. പ്രധാനമന്ത്രി മോദിയുടെ ഉത്തരവ് പ്രകാരം താൻ നിരന്തരമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 20-ലധികം കേസുകളാണ് എനിക്കെതിരെ ഫയൽ ചെയ്തിരിക്കുന്നത്. എൻ്റെ വസതി പിടിച്ചെടുത്തു. ED 55 മണിക്കൂറോളം എന്നെ ചോദ്യം ചെയ്തു. ഇത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഒരുമിച്ച് ഭരണഘടനയെ സംരക്ഷിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നു. പ്രതിപക്ഷം എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. അധികാരത്തേക്കാൾ ഒരുപാട് മേലെയാണ് സത്യമെന്നും രാഹുൽ പറഞ്ഞു. പ്രസംഗത്തിനിടെ രാഹുൽ പരമശിവന്റെ ചിത്രം ഉയർത്തിക്കാണിച്ചത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. ശിവന്റെ അഭയമുദ്രയാണ് കോൺഗ്രസിന്റെ ചിഹ്നമെന്നും ആരെയും ഭയപ്പെടുന്നില്ലെന്ന സന്ദേശമാണ് ചിത്രം നൽകുന്നതെന്നും രാഹുൽ പറഞ്ഞു. ഗുരുനാനാക്കിന്റെ ചിത്രവും രാഹുൽ ഉയർത്തിക്കാട്ടി. സഭയിൽ പരമശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയതിനെ സ്പീക്കർ ഓം ബിർള എതിർത്തു. ഹിന്ദു വിഭാഗത്തെയെല്ലാം അക്രമകാരികളെന്ന് ആക്ഷേപിച്ചുവെന്ന് ആരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുലിന്റെ പ്രസംഗത്തിനിടെ ഇടപെട്ടു. എന്നാൽ ഹിന്ദു വിഭാഗം എന്നാൽ RSSോ BJPയോ അല്ലെന്ന് രാഹുൽ മറുപടി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.